ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ഒരു ബലൂൺ സ്ലീവാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം നോർമലായിട്ടൊരു സ്ലീവ് കട്ട് ചെയ്യുക. ഞാനിവിടെ എടുത്തേക്കുന്ന സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 ഇഞ്ച്, തുണിയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 11 ഇഞ്ച്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ആം ഹോൾ റൗണ്ട് 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. താഴോട്ട് 3.5 ഇഞ്ച്. എന്നിട്ട് നമുക്കിതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് അങ്ങ് വരയ്ക്കാം. സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു. ഇവിടെ വരച്ചു. എന്നിട്ട് ഈ സ്ലീവിൻ്റെ മിഡ് എടുക്കണം. ഇതിപ്പോൾ 9 ഇഞ്ചാണ് വരുന്നത്. ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് 4.5 ഇഞ്ച്. എന്നിട്ട് നമ്മുടെ ആം ഹോൾ കർവ് എടുത്തിട്ട് ഈ 4.5 ഇഞ്ചിലേക്ക് ഈ മിഡിൻ്റെ താഴെ ഒരു 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്തു. ഇനി എന്നിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം 6.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അതുപോലെ ഇവിടെയും തയ്യൽ തുമ്പ് വേണം 2 ഇഞ്ച്. അത് കറക്റ്റ് ഉണ്ട്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. എന്നിട്ട് എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടണം. ഇതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്തിടത്തൂടെ 1/2 ഇഞ്ച് വെച്ചിട്ട് ഫ്രണ്ട് ഭാഗം നമുക്ക് കുഴിച്ച് വെട്ടണം. ഫ്രണ്ട് ഭാഗം നമ്മൾ കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്ലീവാണ് ബലൂൺ സ്ലീവിലോട്ട് ആക്കുന്നത്. അതിനുവേണ്ടി ബലൂൺ സ്ലീവിന് വേണ്ടി ഒരു ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. ഇത് രണ്ട് ഫോൾഡായിട്ടാണ് ഇട്ടേക്കുന്നത്. ഇട്ടിട്ട് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. എന്നിട്ട് ഇവിടെ ഒരു 5 ഇഞ്ച് നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി വിട്ടേക്കാം. 5 ഇഞ്ചിലാണ് നമ്മുടെ പ്ലീറ്റ്സ് വരുന്നത്. നമ്മുടെ 5 ഇഞ്ചിൽ. എന്നിട്ട് മുകളിലും താഴെയും ചെറിയതായിട്ട് പ്ലീറ്റ് കാണാൻ വേണ്ടി പ്ലീറ്റ് ഉള്ള ഭാഗമാണെന്നറിയാൻ വേണ്ടി ചെറിയ ഓരോ കട്ടിങ് കൊടുക്കുക. ഇവിടെയും കൊടുത്തു. ഈ ഭാഗത്തും നമ്മളൊരു കട്ടിങ് കൊടുത്തിട്ട് നമ്മൾ ഈ ഭാഗത്ത് 2 തുണിയിലും നമ്മൾ ഒക്കാവുന്ന അത്രയും പ്ലീറ്റ് ഇടുക. അപ്പം നമ്മൾ പ്ലീറ്റ്സ് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടേ. ഒരു സ്ലീവ് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ടു. മറ്റേ സ്ലീവ് നമുക്കൊന്ന് ഓപ്പണായി കാണിക്കാം. ഇതുപോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ടേ. നമ്മളിതുപോലെ 2 സ്ലീവ് നമ്മളിതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഇത് കോട്ടൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേ ഇത് ജോർജറ്റിലെ വല്ലതും ആയിരുന്നെങ്കിൽ നല്ലതായിട്ട് പഫായിട്ട് കിടന്നേനെ. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ആ സ്ലീവ് എടുക്കാം. എന്നിട്ട് ആ സ്ലീവ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. വെച്ചിട്ട് ഇതിന് നേരെ വെട്ടാം. നമുക്ക് കറക്റ്റ് നമുക്ക് ഇതിനിപ്പം നമ്മുടെ ബാക്കും ഫ്രണ്ടും ഉണ്ട്. ബാക്കിലോട്ടുള്ളത് വേണം വെട്ടാൻ. നമുക്ക് എന്നിട്ട് പിന്നെ കുഴിച്ച് വെട്ടിയാൽ മതി ഫ്രണ്ടിലോട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ നമ്മൾ ഈ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തു. ഇതേപോലെ തന്നെ മറ്റേ സ്ലീവ് നമുക്ക് കട്ട് ചെയ്യണം.
സ്ലീവ് കട്ട് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് കുഴിച്ച് വെട്ടാം. നമ്മളിത് ഫ്രണ്ട് കുഴിച്ച് വെട്ടാൻ പോവാണ്. അതിന് നമ്മൾ നിവർത്തിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടാം. ഇത് ഫ്രണ്ട് ഭാഗത്തേക്കുള്ളതാണ്. ഫ്രണ്ട് ഭാഗത്ത് അറിയാൻ വേണ്ടി ഇതിന് ചെറിയൊരു കട്ടിങ് കൊടുത്തു. ഇതാണ് നമ്മൾ തയ്ച്ച കുർത്തിയെ. നമ്മളിതിൻ്റെ സ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, നെക്ക് ചെയ്തിട്ടുണ്ട്, നമ്മളതുപോലെ സ്ലീവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബലൂൺ സ്ലീവാണ്. അപ്പോൾ ഇത് കോട്ടൺ ആയതുകൊണ്ട് ഇതൊന്നും കൂടെ പൊങ്ങിയിരിക്കാത്ത ജോർജറ്റ് അങ്ങനെയുള്ള ഒതുക്കമുള്ള മെറ്റീരിയലാണെങ്കിൽ നന്നായിട്ട് പൊങ്ങിയിരിക്കും. ഇത് മതിയല്ലോ, കോട്ടൺ ആകുമ്പം ഇത്രയും മതിയല്ലോ. അപ്പോൾ ഇതാണ് ഈ കുർത്തിയുടെ ഫൈനൽ ലുക്ക്. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യണേ. താങ്ക് യു.